നമ്മൾ കാഡക്ലോ കൂൾ സോഡ ഉണ്ടാക്കാൻ പോകുന്നു. ഇത് ഞങ്ങളുടെ ശ്വേത മേനോന്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. പിന്നെ കുടിക്കാൻ വളരെ രുചികരവുമാണ്. പിന്നെ വരൂ കൂട്ടുകാരെ, ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് ഏലക്ക, ഗ്രാമ്പു, പുതിനയില എന്നിവ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഉന്മേഷം നൽകുന്ന ഡ്രിങ്കും. ഹായ് എവ്രിവൺ. പിന്നെ ആവശ്യമായ ചേരുവകൾ 10 ഏലക്ക, 5 ഗ്രാമ്പു, 15 പുതിനയില, പഞ്ചസാര, കുറച്ച് ഉപ്പ് എന്നിവയാണ്. ഏലക്ക, ഗ്രാമ്പു, പുതിനയില എന്നിവ കുറച്ച് വെള്ളം ചേർത്ത് പൊടിക്കുക. ഇനി ഈ അരച്ച ഏലക്ക, ഗ്രാമ്പു നീര് 500 മില്ലി തണുത്ത വെള്ളത്തിൽ ചേർക്കുക. ഈ പാനീയം ദഹനത്തിനും നല്ലതാണ്. തീർച്ചയായും നിങ്ങൾക്ക് വ്യത്യസ്തമായ രുചി അനുഭവപ്പെടും. ഇനി അവസാന ഘട്ടം, ഈ ജ്യൂസിൽ ആവശ്യമായ അളവിൽ പഞ്ചസാര ചേർക്കാം. ഈ സോഡാപ്പൊടിയും തയ്യാറായി വെക്കുക. ഇത് സൂപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമാണ്. ഇപ്പൊ ഞാൻ ഈ ഗ്ലാസ് ജ്യൂസിൽ ഒരു ചെറിയ സ്പൂൺ സോഡാപ്പൊടി ചേർക്കുന്നു. നോക്കൂ ഈ നൊര എങ്ങനെ വരുന്നുവെന്ന്. ആവശ്യമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കാം. ഈ കാഡക്ലോ കൂൾ സോഡ നിങ്ങളുടെ പട്ടികയിൽ പ്രിയപ്പെട്ടതായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എങ്കിൽ നമ്മുടെ ക്ലാരക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എത്ര മനോഹരമാണെന്ന് നോക്കൂ. എന്താ? മിനിസ്റ്റേഴ്സ് റെഡ് റെയിൻ ജ്യൂസ് ആസ്വദിക്കൂ. രാവിലെ കുടിക്കാൻ വളരെ ആരോഗ്യകരമായ ഒരു പാനീയമാണിത്. ഇത് വളരെ ആരോഗ്യകരമായ ഒരു പാനീയമാണ്. ഇത് ബീട്രൂട്ട് ജ്യൂസ് ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുമോ? അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായാൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇന്ന് നമ്മൾ മിനിസ്റ്റേഴ്സ് റെഡ് റെയിൻ ജ്യൂസ് ഉണ്ടാക്കുന്ന കാണാൻ പോകുന്നു. ഇത് ചെമ്പരത്തിപ്പൂവ്, നാരങ്ങ, പുതിനയില എന്നിവ ചേർത്ത് ഉണ്ടാക്കുന്നു. അരിഷ്ഹോണ്ട് ഹോട്ടലുകളിലെ എലൈറ്റ് ജ്യൂസുകളിൽ ഒന്നാണിത്. ചെമ്പരത്തിയും നാരങ്ങാത്തൊലിയും ചേർത്ത് നിങ്ങൾക്കൊരു പ്രത്യേക രുചി നൽകുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും പ്രധാനമായും സ്ത്രീകൾക്ക് നല്ല ആരോഗ്യം നൽകുന്നതിനും ഈ ചെമ്പരത്തിപ്പൂവിന്റെ നീര് നല്ലതാണ്. ഇതിന് ഉയർന്ന ആന്റി ഓക്സിഡന്റ് ഉണ്ട്. ഈ റിഫ്രഷ്മെന്റ് ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ആദ്യം പകുതി നാരങ്ങത്തൊലിയും 10 പുതിനയിലയും പൊടിക്കുക. 200 മില്ലി തിളപ്പിച്ച വെള്ളത്തിൽ 5 നാടൻ ചെമ്പരത്തിപ്പൂക്കൾ ചേർക്കുക. ഇനി ഈ ചെമ്പരത്തി വെള്ളത്തിനൊപ്പം 1 സ്പൂൺ നാരങ്ങയും പുതിനയും പേസ്റ്റ്, പഞ്ചസാര ചേർക്കുക. പേസ്റ്റ് ചേർക്കുമ്പോൾ നിറം കടും ചുവപ്പ് നിറമായി മാറുന്നത് കാണുക. ഇത് ദിവസവും രാവിലെ കുടിക്കാം. അപ്പൊ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. നിങ്ങൾക്കറിയാമോ ഈ പിങ്ക് മിസ്റ്റ് ജ്യൂസ് 2 മിനിറ്റിനുള്ളിൽ ഇത് നമ്മുടെ വീട്ടുമുറ്റത്തെ പേരക്കപ്പഴം ഉപയോഗിച്ച് ഉണ്ടാക്കാം. നിങ്ങൾക്കറിയാമോ ഇതിൽ വിറ്റാമിൻ സി, ആന്റി ഓക്സിഡന്റ് ലൈക്കോപ്പീൻ എന്നിവയുണ്ട്. ദഹനത്തിന് നല്ലതാണ്. പ്രധാനമായും കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നു. പിന്നെ വരൂ കൂട്ടുകാരെ, നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് മുഴുവനായി പഴുത്ത പേരക്ക, 200 മില്ലി പാൽ, 2 സ്പൂൺ നാരങ്ങാനീര്, പഞ്ചസാര, ആവശ്യമെങ്കിൽ ചതച്ച. ഇനി പേരക്ക ഫ്രിഡ്ജ് ചെയ്ത പാലിലല്ല, തണുത്ത പാലിൽ മിക്സിയിൽ അരയ്ക്കുക. ആവശ്യാനുസരണം പഞ്ചസാര ചേർത്ത് അവസാനം ആവശ്യമായ നാരങ്ങാനീര് ചേർക്കുക. മറക്കരുത്, നാരങ്ങാനീര് അവസാനം മാത്രമേ ചേർക്കാവൂ. നന്നായി ഇളക്കാതെ സ്മൂത്ത് ആയിട്ട് ഇളക്കുക. ഇതിവിടെ വളരെ പ്രധാനമാണ്. ഇത് നിങ്ങൾക്കൊരു പ്രത്യേക രുചി തരും. പിന്നെ എന്താ, ഇത് പരീക്ഷിച്ച് നോക്കി അഭിപ്രായം പറയൂ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാമോന്നാ? ഈ ഗ്ലാസ് നോക്കൂ, എത്ര മനോഹരമാണിത്. പിന്നെ ഇത് കുടിക്കാൻ നല്ല രുചികരമായിരിക്കും. നിങ്ങൾ എന്താണ് വീണ്ടും അന്വേഷിക്കുന്നത്? ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ കാണുന്നത് തുടരുക. പേരയില, ചെറിയ ഇഞ്ചി, പാൽ, പഞ്ചസാര എന്നിവ ചേർത്തുണ്ടാക്കുന്ന വ്യത്യസ്തമായ ഒരു ചായയാണിത്. ഇത് നമ്മുടെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നിഴലിൽ ഉണങ്ങിയ പേരയില പൊടിച്ചെടുക്കുക. ഇത് പാലിൽ ചേർത്താൽ യഥാർത്ഥ പേരക്കയുടെ രുചി നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് 1 ഗ്ലാസ് തിളപ്പിച്ച പാലിൽ 1 ടീസ്പൂൺ പേരയിലപ്പൊടി ചെറിയ കഷ്ണങ്ങളായ ഇഞ്ചിയുമായി കലർത്താം. ഇത് പാലിൽ ഇളം പച്ച നിറം നൽകും. ഈ ഇളം പച്ചപ്പാലിൽ 1 സ്പൂൺ പഞ്ചസാര ചേർക്കുക. ഇത് രാവിലെയും അത്താഴത്തിനും കുടിക്കാൻ അനുയോജ്യമാണ്. ഇത് ഇൻസുലിൻ അളവ് നിയന്ത്രിക്കുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയാൻ മറക്കരുത്.